നമസ്കാരം. ഡിവൈഎഫ്ഐയിൽ ഇത് സമ്മേളന കാലമാണ്. പല തരത്തിലുള്ള വിവാദങ്ങൾ കൊണ്ട് ഡിവൈഎഫ്ഐ സമ്മേളനങ്ങൾ വാർത്തയിൽ ഇടം പിടിക്കുന്നുണ്ട്. പയ്യന്നൂരിൽ ജയിൽപ്പള്ളി സംഘടനയുടെ ഭാരവാഹിയായതും കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിൽ രക്തസാക്ഷി ഫണ്ട് വിനിയോഗത്തിൽ വീഴ്ചയിൽ വിമർശനമുയർന്നതുമൊക്കെ ഇത്തരത്തിൽ ഉയർന്ന വാർത്തകളാണ്. ഇതിനിടെ മാധ്യമങ്ങൾക്ക് നേരെ ഭീഷണി മുഴക്കി ഡിവൈഎഫ്ഐ സംസ്ഥാന അധ്യക്ഷൻ വസീഫും രംഗത്തെത്തി. ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് സമ്മേളനത്തിൽ ഉയർന്നു വന്ന പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പ് വിവാദങ്ങൾക്കാണ് വഴിയൊരുക്കിയത്. ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളെ ഭാരവാഹിയാക്കിയ നടപടിയാണ് വിവാദത്തിന് വഴിവെച്ചത്. പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ 20 വർഷത്തെ തടവ് ശിക്ഷ അനുഭവിക്കുന്ന TCP നന്ദകുമാറിനെയാണ് സംഘടനയുടെ പയ്യന്നൂർ ബ്ലോക്ക് ട്രഷറർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തത്. കൊലക്കേസിലും പ്രതിയായ നന്ദകുമാർ കഴിഞ്ഞ തവണ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. ജയിലിൽ കഴിയുന്ന പ്രതികളെ ഭാരവാഹിത്വത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് പുറമെ സമ്മേളന നഗരിയിൽ ഇവരുടെ സന്ദേശങ്ങൾ വായിച്ചതും ശ്രദ്ധേയമായി. നിലവിൽ ജയിലിൽ കഴിയുന്ന മുൻ ബ്ലോക്ക് സെക്രട്ടറി VK നിഷാദിന്റെയും പുതിയ ട്രഷററായി തെരഞ്ഞെടുക്കപ്പെട്ട TCV നന്ദകുമാറിന്റെയും സന്ദേശങ്ങൾ സമ്മേളനത്തിൽ വായിക്കുകയായിരുന്നു. പോലീസിനെ ആക്രമിച്ച കേസിൽ 20 വർഷത്തെ തടവ് ശിക്ഷ ലഭിച്ച നന്ദകുമാറിനെ ജയിലിൽ കിടക്കുമ്പോൾ തന്നെ ട്രഷറർ പോലുള്ള ഒരു പ്രധാന പദവിയിലേക്ക് വീണ്ടും തെരഞ്ഞെടുത്തത് സംഘടനയ്ക്കുള്ളിൽ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അതേസമയം ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിൽ രക്തസാക്ഷി ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നു. കാസർഗോഡ്, ഉദുമ, നീലേശ്വരം, ചെറുവത്തൂർ ബ്ലോക്ക് കമ്മിറ്റികളാണ് നേതൃത്വത്തിന്റെ വീഴ്ചകൾക്കെതിരെ രംഗത്ത് വന്നത്. കാഞ്ഞങ്ങാട് കൊല്ലപ്പെട്ട ഔഫ് അബ്ദുറഹ്മാന്റെ സ്മരണാർത്ഥം പിരിച്ച ഫണ്ടിനെ ചൊല്ലിയാണ് പ്രധാനമായും ചോദ്യങ്ങൾ ഉയർന്നത്. ഔഫ് കൊല്ലപ്പെട്ടിട്ട് 6 വർഷം പിന്നിട്ടിട്ടും രക്തസാക്ഷി സ്തൂപമോ സ്മാരകമോ നിർമ്മിക്കാൻ ജില്ലാ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ലെന്ന് പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. ഈ ഫണ്ട് ഇപ്പോൾ എവിടെയാണെന്ന ചോദ്യം സമ്മേളനത്തിൽ ശക്തമായി ഉയർന്നു. മൊഗ്രാലിലെ രക്തസാക്ഷിയുടെ കുടുംബത്തിന് നൽകിയ ഫണ്ടിലും രക്തസാക്ഷി മന്ദിര നിർമ്മാണത്തിനായുള്ള ഫണ്ട് വിനിയോഗത്തിലും ജില്ലാ നേതൃത്വത്തിന് വ്യക്തമായ മറുപടിയില്ലെന്നും വിമർശനമുയർന്നു. മുൻകാലങ്ങളിൽ സാമ്പത്തിക ക്രമക്കേട് ആരോപണം നേരിട്ട ചില ജില്ലാ നേതാക്കൾക്കെതിരെ മൃദു സമീപനം മാത്രമാണ് നേതൃത്വം സ്വീകരിച്ചതെന്ന ആക്ഷേപവുമുണ്ട്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന് പകരം വെറും ശാസനയിലോ തിരുത്തലിലോ നടപടികൾ ഒതുക്കി തീർക്കുമെന്നു എന്നാണ് വിമർശനം. അതിനിടെ മാധ്യമപ്രവർത്തകർക്കെതിരെ ഭീഷണിയുമായി ഡിവൈഎഫ്ഐ രംഗത്തെത്തിയിരിക്കുകയാണ്. മാധ്യമങ്ങളുടെ സുരക്ഷയിൽ തങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലെന്ന ഡിവൈഎഫ്ഐ സംസ്ഥാന അധ്യക്ഷൻ വസീഫിന്റെ പ്രസ്താവന ചർച്ചയായിരിക്കുകയാണ്. ഡിവൈഎഫ്ഐ സമ്മേളനത്തിലെ വാർത്ത റിപ്പോർട്ട് ചെയ്തതിലായിരുന്നു വസീഫിന്റെ പ്രതികരണം. ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുയോഗത്തിലായിരുന്നു പ്രതികരണം. വാർത്തകൾ കണ്ട് കയ്യും കെട്ടി നോക്കി നിൽക്കില്ല. സംഘടനയെ നിരന്തരം അധിക്ഷേപിക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നതെന്ന് വസീഫ് പറഞ്ഞു. ജില്ലയിലെ രക്തസാക്ഷി ഫണ്ട് വിനിയോഗത്തിൽ നേതൃത്വത്തിന് വീഴ്ച പറ്റിയെന്ന സമ്മേളനത്തിലെ ചർച്ച മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിലായിരുന്നു വസീഫിന്റെ പ്രതികരണം. ജില്ലാ സമ്മേളനത്തിൽ ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. ഇത് മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു. കാസർഗോഡ്, ഉദുമ, നീലേശ്വരം, ചെറുവത്തൂർ ബ്ലോക്ക് കമ്മിറ്റികളാണ് നേതൃത്വത്തിന്റെ വീഴ്ചകൾക്കെതിരെ രംഗത്ത് വന്നത്. കാഞ്ഞങ്ങാട് കൊല്ലപ്പെട്ട ഔഫ് അബ്ദുറഹ്മാന്റെ സ്മരണാർത്ഥം പിരിച്ച ഫണ്ടിനെക്കുറിച്ചായിരുന്നു വിമർശനം പ്രധാനമായും ഉയർന്നത്.